നമ്മൾ പൊതുവെ കരുതുന്നത് 1930-കളിൽ ഗാന്ധി ഒരു പ്രബന്ധം എഴുതുന്നുണ്ട്. ആ പ്രബന്ധത്തിൻ്റെ പേര് കാസ്റ്റ് മസ്റ്റ് ഗോ എന്നാണ്. കാസ്റ്റ് മസ്റ്റ് ഗോ, ജാതി പോകണം. ആ പ്രബന്ധത്തിൻ്റെ ടൈറ്റിൽ മാത്രം വായിച്ചവരെല്ലാം കരുതി, ഓ ഗാന്ധി പറഞ്ഞു ജാതി പോകണം, എന്തു വേണം, എന്തതിശയമേ ദൈവത്തിൻ കളികൾ, എത്ര മനോഹരമേ. തെറ്റിദ്ധരിച്ചു. പക്ഷെ പ്രബന്ധത്തിൻ്റെ വരികളിലോട്ട് നമ്മൾ കടക്കണം. I believe in Varnasrama of the Vedas, which in my opinion is based on absolute equality of status, notwithstanding passages to the contrary in the Smritis and elsewhere. വേദങ്ങളിലെ വർണ്ണാശ്രമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ അഭിപ്രായത്തിൽ സ്മൃതികളിലെയും മറ്റിടങ്ങളിലെയും വിരുദ്ധമായ നിലപാടുകളല്ല, പദവിയുടെ സമ്പൂർണ്ണ സമത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാസ്റ്റ് മസ്റ്റ് ഗോയിൽ ഗാന്ധി പറഞ്ഞു, തോട്ടിപ്പണി ചെയ്യുന്ന തോട്ടിയും പൂജാരിയായിട്ടുള്ള ബ്രാഹ്മണനും തുല്യരാണ്. തോട്ടിയും ബ്രാഹ്മണനും തുല്യരാണ്. എന്തിനാ തോട്ടിയും ബ്രാഹ്മണനും തുല്യരാകുന്നത്? ഈ ചരിത്ര പ്രശ്നം ഇന്നും പരിഹരിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഹിന്ദുത്വവാദികൾ ഉപയോഗിക്കുന്ന എന്താണ്? ഈ വാദമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, തുല്യരാണെന്ന് പറയുന്ന വാദം. സനാതന ധർമ്മത്തോട് എന്തായിരുന്നു ഗാന്ധിയുടെ നിലപാട് നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഗാന്ധി ഗുരു സംവാദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഗാന്ധി മാറി എന്നാണ് വാദം. ഞാൻ ആ വാദത്തിലേക്കാണ് വരുന്നത്. ഗാന്ധി മാറി. 20-ലുള്ള ഗാന്ധി അല്ല 25-ൽ, 25-ലെ ഗാന്ധി അല്ല 35-ൽ, 35-ലെ ഗാന്ധി അല്ല 42-ൽ. ഗാന്ധി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ശരിയാ, ഗാന്ധി വളർന്ന് പ്രായമായി, അംഗീകരിക്കുന്നു. പക്ഷേ വർണ്ണാശ്രമ ധർമ്മത്തോടുള്ള ഗാന്ധിയുടെ നിലപാട് മാറിയോ? മാറിയെന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. മാറിയതേ ഇല്ല. 36-ൽ ഡോക്ടർ BR അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പുറത്തു വന്നു. ഹിന്ദുത്വവാദികളല്ല രംഗത്ത് വന്ന, ഗാന്ധിയാണ് രംഗത്ത് വന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെതിരെ രംഗത്ത് വന്നത് ആരാണ്? ഗാന്ധിയാണ്. അദ്ദേഹം പറഞ്ഞു, ജാതിക്ക് മതത്തിൽ ഒരു കാര്യവുമില്ല, ജാതി ഒരു ആചാരമാണ്, അതിൻ്റെ ഉറവിടം ഏതെന്ന് എനിക്കറിയില്ല, എൻ്റെ ആത്മീയ വിശപ്പിൻ്റെ തൃപ്തിക്ക് അത് അറിയേണ്ട കാര്യമില്ല. ഈ ഒരു പോയിന്റ് ഗുരുവിന് പറയാൻ കഴിയില്ല കേട്ടോ, അംബേദ്കർക്കും പറയാൻ കഴിയില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ലെന്ന് ഒരിക്കലും അംബേദ്കർക്കും ഗുരുവിനും പറയാൻ കഴിയില്ല. എല്ലാ തൊഴിലും നല്ലതാണ്, നിയമപരമാണ്, പദവിയിൽ തീർത്തും തുല്യവുമാണ്. ഒരു ബ്രാഹ്മണന്റെ തൊഴിലും തോട്ടിയുടെ തൊഴിലും തുല്യമാണ്. ആര് പറഞ്ഞു? ഗാന്ധി പറഞ്ഞു. 1937 ജനുവരി 16 ശിവഗിരിയിലെ യോഗത്തിൽ വർണ്ണം ഈശ്വര നിയമമാണെന്നും അതിനെ നിരാകരിക്കരുതെന്നും ഗാന്ധി പറഞ്ഞു. 36-ൽ മാറിയോ? മാറിയില്ല. 30-കളുടെ ആദ്യത്തിലാണ് കാസ്റ്റ് മസ്റ്റ് ഗോ എഴുതിയത്. അന്നും വർണ്ണാശ്രമ ധർമ്മത്തിൽ ഉറച്ചു നിന്നു. 36-ലും മാറ്റമൊന്നുമില്ല. അതാ 37-ൽ. 34-ൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. കൂർക്കഞ്ചേരിയിൽ ഈഴവരെല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് ഗാന്ധിക്ക്. അന്ന് ഗാന്ധി അവരെ ഉപദേശിച്ചു, വർണ്ണാശ്രമ ധർമ്മം എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ജാതി വ്യവസ്ഥ ഒരു സനാതന നിയമമാണ്. എന്താണ്? സനാതന നിയമമാണ്. 34 ജനുവരി 17 കൂർക്കഞ്ചേരിയിൽ. ഇതേ പ്രസംഗത്തിൽ ഗാന്ധി ഗുരുവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹവുമായി ചർച്ചകൾ പലതും നടത്തി, എന്നാൽ ഞാൻ ഇവിടെ നൽകിയ വർണ്ണധർമ്മ വ്യാഖ്യാനത്തിനെതിരായി അദ്ദേഹം ഒന്നും പറഞ്ഞതായി ഓർക്കുന്നില്ല. ഓർമ്മയില്ല, പോയി. ഗാന്ധിയുടെ അഭിപ്രായം മൂലം യാഥാസ്ഥിതികർക്ക് ശക്തി കൂടിയിട്ടുണ്ട് എന്നൊരു ഭക്തൻ പറഞ്ഞപ്പോൾ ഗുരു പ്രസ്താവിച്ചത് എന്താണ്? ഗാന്ധി അങ്ങനെ പറഞ്ഞത് നല്ല പോലെ ആലോചിച്ചിട്ടില്ലായിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ ഗാന്ധിയുടെ നിലപാടുകൾ, വർണ്ണാശ്രമ ധർമ്മത്തെ സംബന്ധിച്ച നിലപാടുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ 20-കൾ മുതൽ പിന്നീടുള്ള ഓരോ സംഭാഷണത്തിനും. സത്യത്തിൽ ഇത് നമുക്ക് ആർക്കൈവിസിൽ തന്നെയുള്ള പ്രസംഗങ്ങളാണ് ഇതെല്ലാം. ഈ പ്രസംഗങ്ങൾ, ഞാൻ ആ പ്രസംഗത്തിൻ്റെ ക്രക്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, കാരണം അതിനുള്ള സമയവും സാവകാശമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഈ സത്യാഗ്രഹ മോഡൽ എന്ന സങ്കല്പം തന്നെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ സത്യാഗ്രഹ മോഡലിനെ ഗാന്ധി നോക്കിക്കണ്ടതുപോലെ അല്ല ഡോക്ടർ BR അംബേദ്കറും ഗുരുവും നോക്കിക്കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഇവർ 3 പേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വിയോജിപ്പിൻ്റെ ഒരു സംവാദ സ്ഥലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിയോജിപ്പുകൾ പറയുന്ന ഒരു സംവാദ സ്ഥലത്ത് വെച്ചിട്ടാണ്.
ആ സംവാദ ഇടത്തിലാണ് ഈ വിയോജിപ്പുകൾ പരസ്യമാകുന്നത്, കൂടുതൽ വിപുലമാകേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഗുരുവും ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് കടക്കുവാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കണം. ഇണ്ടത്തുരുത്തി നടന്ന സംഭവവികാസങ്ങളെല്ലാം കഴിഞ്ഞ് ഗുരുവിനെ കാണുവാനായി ഗാന്ധിയാശ്രമത്തിൽ ഗാന്ധി എത്തുമ്പോൾ വളരെ വിപുലമായൊരു സംവാദമാണ് അവിടെ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹിന്ദുമതം മോക്ഷത്തിന്, ഞാൻ ഈ സംഭാഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് ഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് അത്തരൊരു ചോദ്യം ചോദിക്കുന്നത്? ഗാന്ധി അടിസ്ഥാനപരമായൊരു സനാതനിയാണ്. സനാതനമായ ധർമ്മത്തിൽ, വർണ്ണാശ്രമ ധർമ്മത്തിൽ അദ്ദേഹം അഗാധമായി വിശ്വസിക്കുന്നു എന്നതുകൊണ്ട്. ഗുരു ഒരു സനാതനിയായിരുന്നില്ല. ഗുരു പറഞ്ഞു, അന്യമതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്ന് ഗുരുസ്വാമികൾ പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. തപസ് ചെയ്ത ശംഭൂകനെ, മോക്ഷത്തിനായിട്ട് തപസ് ചെയ്ത ശംഭൂകനെ വധിച്ച പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ഇവിടെ മോക്ഷമാർഗം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്താണ്? മോക്ഷത്തിനായിട്ട് തപസ് ചെയ്ത ശംഭൂകന്റെ ഗളച്ഛേദം നടത്തിയ പാരമ്പര്യമാണ് സനാതനധർമ്മത്തിനുള്ളത്. വെറുതെ വിട്ടില്ല. വസിഷ്ഠാദി ബ്രാഹ്മണർ, ആ വസിഷ്ഠാദി ബ്രാഹ്മണരെ രാമൻ വിളിച്ചു വരുത്തി. ഒരിക്കൽ അയോധ്യ രാജധാനിയുടെ മുമ്പിൽ മരിച്ചുപോയ ബ്രാഹ്മണ ബാലന്റെ ശരീരവുമായി ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്ന് കേണു. ഈ രാമരാജ്യത്ത് ഈ രാമന്റെ ഭരണം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ മകൻ മരിക്കാനിടയായത് എന്നാണ് വൃദ്ധ ബ്രാഹ്മണൻ വിലപിച്ചത്. ആ വിലാപത്തിന്റെ കാരണം അന്വേഷിച്ചു വസിഷ്ഠാദി ബ്രാഹ്മണരോട് രാമൻ. ഈ മന്ത്രി പുങ്കവന്മാർ രാമനോട് പറഞ്ഞു, ഒരിക്കലും കൃതയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപരയുഗത്തിലോ കലിയുഗത്തിലോ ത്രൈവർണികരല്ലാത്ത ആരും തന്നെ തപസ് ചെയ്യാൻ അധികാരമുള്ളവരല്ല. ത്രൈവർണികർക്ക് മാത്രമേ തപസ് ചെയ്യാൻ അധികാരമുള്ളൂ, മറ്റാർക്കും തപസ് ചെയ്യാൻ അധികാരമില്ല. അങ്ങനെ ത്രൈവർണികർക്ക് പുറത്തുള്ള ആരോ ഇവിടെ തപസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിക്കാനിടയായത്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിച്ചത്? ത്രൈവർണികനല്ലാത്ത ഒരാൾ തപസ് ചെയ്തതുകൊണ്ടാണ് ബ്രാഹ്മണ ബാലൻ മരിച്ചത്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിലേക്ക് ത്രൈവർണികരല്ലാത്ത ആരെയും തന്നെ അടുപ്പിക്കാത്ത വ്യവസ്ഥയുടെ പേര് കൂടിയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സർവകലാശാല എന്ന് പറയുന്ന ഒരു രാമരാജ്യ വ്യവസ്ഥിതിക്കകത്ത് നിലനിൽക്കുക, ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ത്രൈവർണികർക്ക് മാത്രമുള്ള ഇടങ്ങളായി സർവകലാശാലകളെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണ് രാമരാജ്യം തുടരുന്നത്. നമ്മൾ വിചാരിക്കും രാമരാജ്യം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ദളിതരുടെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കും, പിടിച്ചു നിർത്ത് ഉയ്യ ഒരുക്കി ഒഴിക്കും. നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആരുടെയും ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കുന്നില്ലല്ലോ. വേണ്ട, ഈ ഒരുക്കിയൊന്നും ഒഴിക്കത്തില്ല. പക്ഷേ ഈ രീതിയിലുള്ള പുറന്തള്ളൽ ഹിംസ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ട്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അധ്യാപകരായിട്ടുള്ളത്. ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം പടിക്ക് പുറത്താണ്. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളുടെ സ്കൂളുകളുടെ അവസ്ഥയും തഥൈവ. എയ്ഡഡ് കോളേജുകളുടെ സ്കൂളുകളുടെയും കാര്യം പറയാനുമില്ല. രാമരാജ്യമാണ്, രാമരാജ്യം തന്നെ, ജനാധിപത്യ വ്യവസ്ഥയല്ല. തപസ് ചെയ്യുന്ന ശംഭൂകനെ അന്വേഷിച്ച് രാമൻ പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ വൃക്ഷത്തിന് കീഴിൽ തലകീഴായി തപസ് ചെയ്യുന്ന ശംഭൂകനെ കാണുകയാണ് രാമൻ. ചെന്ന് ചോദിക്കുകയാണ് രാമനോട്, താങ്കളുടെ ജാതി ഏതാണ്? കസ്യാം യോന്യാം. എന്താണ് നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത്? നാരായണ ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത് പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം, ആരു നീ എന്ന് കേൾക്കണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ എന്നാണ് ഗുരുസ്വാമികൾ കേരളത്തെ പഠിപ്പിച്ചത്. പേര്, ഊര്, തൊഴിൽ, ഇത് മൂന്നും അറിഞ്ഞാൽ മതി. ആര് നീ എന്ന് കേൾക്കണ്ട, നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നേര് മെയ് തന്നെ ചൊൽകയാൽ, തൻ്റെ ശരീരം തന്നെ മനുഷ്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഗുരു പറഞ്ഞു, മനുഷ്യാണാം മനുഷ്യത്വം ജാതർഗോത്വം ഗവാം യഥാ
ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ അപ്രകാരം മനുഷ്യാണ മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു പറയുന്നുണ്ട്. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, പക്ഷെ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞു. പക്ഷെ ഈ തത്വം ആരറിഞ്ഞില്ല? ഈ തത്വം രാമൻ അറിഞ്ഞുകൂടായിരുന്നു. ബ്രാഹ്മണാതിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന തത്വം ഗുരുവിനറിയാം. ആർക്കറിഞ്ഞുകൂടാ? രാമൻ അറിഞ്ഞുകൂടാ. രാമന് ഗുരുവിൻ്റെ ക്ലാസ് വേണ്ടി വരും. രാമന് ഗുരുസ്വാമികളുടെ ക്ലാസ് വേണ്ടി വരും. എങ്ങനെ എത്തിച്ചു കൊടുക്കും? നമ്മളിനി ത്രേതായുഗത്തിലേക്ക് പോകണോ ഗുരുസ്വാമികളുടെ ജാതി നിർണയവും ജാതി ലക്ഷണവും പഠിപ്പിക്കാൻ? പക്ഷേ ആധുനിക കാലത്ത് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ഹിംസാത്മകമായി ദളിതരെയും മുസ്ലിങ്ങളെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും തല്ലിക്കൊല്ലുമ്പോൾ കേരളത്തിൻ്റെ മഹാനായ നായകൻ നാരായണ ഗുരുസ്വാമികളെ മുൻനിർത്തി ഹിംസാത്മകമായ രാമപാഠങ്ങളെ നമുക്ക് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ പാഠം, കേരളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് സൃഷ്ടിച്ചത് നാരായണ ഗുരുസ്വാമികളാണ്. രാമായണങ്ങളോ രാമപാഠങ്ങളോ അല്ല കേരള ചരിത്രത്തെ സൃഷ്ടിച്ചത്. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ ബഹുസ്വര രാമായണം, 100,000 രാമായണം, പല രാമായണം എന്നൊക്കെ പറയാറുണ്ട്. പ്രവർത്തിക്കുന്ന രാമായണം ഏതാണെന്ന ചോദ്യം. പല രാമായണമൊക്കെ ഉണ്ട്, ശരിയാ, അംഗീകരിച്ചു. കവിവര രാമോദം ഉൾക്കൊണ്ട് കേൾപ്പുണ്ട് ഞാൻ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ടോ? രാമായണങ്ങൾ പലതും കവിവര രാമോദം എന്നൊക്കെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. പല രാമായണമുണ്ട്. പക്ഷെ പ്രവർത്തിക്കുന്ന രാമായണം ഏതാണെന്ന ചോദ്യം. പ്രവർത്തിക്കുന്ന രാമായണം എഴുത്തച്ഛൻ്റെ രാമായണവും വാൽമീകിയുടെ രാമായണവുമാണ്. അപ്പോൾ നിങ്ങൾ മാപ്പിള രാമായണത്തൊക്കെ പറ്റി പറയാവുന്നേ ഉള്ളൂ. പ്രവർത്തിക്കുന്നത് ആരാ? പ്രവർത്തിക്കുന്ന എഴുത്തച്ഛൻ്റെ രാമായണവും വാൽമീകിയുടെ രാമായണവുമാണ്. ആ രാമപാഠത്തെ എങ്ങനെ പ്രതിരോധിക്കും? ഹിംസാത്മകതയെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ചോദ്യം. ശംഭൂകനോട് ചോദിച്ചു, താങ്കളുടെ ജാതി ഏതാണ്? ഞാൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞ മാത്രയിൽ ശംഭൂകന്റെ ശിരസ് രാമൻ വെട്ടിപ്പിളർക്കുകയാണ്. അപ്പോൾ സ്വർഗലോകത്തിരുന്ന് യമനും നിരുതിയും വരുണനും കൈകൊട്ടി, ബലേഭേഷ്, ആ ശുംഭനൻ ഈ സ്വർഗലോകത്തേക്ക് വരില്ലല്ലോ. ഒരു ശൂദ്രന്റെ ഗതി ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താ? സന്ധ്യക്കിരുന്ന് ഭയങ്കരം ചൊല്ലല, രാമ രാമ ഭാഗിമ മുകുന്ദ രാമ ഭാഗിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗിമ. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച, പക്ഷേ രാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ശൂദ്രനും പ്രവേശനമില്ല. കേരളത്തിലെ ശൂദ്രർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കേരളീയ ശൂദ്രർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കും രക്ഷയില്ല. ദളിതരുടെ ആദിവാസികളുടെയും കാര്യം അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ശൂദ്രരുടെ കാര്യം കഴിഞ്ഞുള്ള മറ്റുള്ളവരുടെ കാര്യം. ഈ രാമൻ ജപിക്കുന്ന ശൂദ്രർക്കും രക്ഷയില്ലെന്നാണ് ശംഭൂകന്റെ കഥ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഇതാണ് അവസ്ഥ. ഇങ്ങനെ മോക്ഷത്തിനായി തപസ് ചെയ്ത ശംഭൂകന്റെ തലയറുത്ത ചരിത്രം നാരായണ ഗുരുസ്വാമികൾക്ക് അറിവുള്ളത് കൊണ്ടാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തം തന്നെയോ സ്വാമി എന്ന് എസ്ഓർനോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ ചരിത്രം അലയടിക്കുകയായിരുന്നു. അതുകൊണ്ട് എസ്ഓർനോ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തില്ല. അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം, ഗുരു ഇങ്ങനെ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് വലിയൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. ഗുരു അങ്ങനെ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യയിൽ ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ സത്യാർത്ഥ പ്രകാശത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. സത്യാർത്ഥ പ്രകാശത്തിൽ ക്രിസ്തുമത ഖണ്ഡനം, ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമത ഛേദനം. എന്തിനാണ് ക്രിസ്തുമത ഛേദനം ചട്ടമ്പി സ്വാമിക്ക് എഴുതേണ്ടി വന്നത്? 1930കളിൽ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ. ആ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സാന്നിധ്യവും മുഹമ്മദ് മതത്തിൻ്റെ സാന്നിധ്യവും കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് അലോസരങ്ങൾ സൃഷ്ടിച്ചു എന്നാണ്. ജാതി വ്യവസ്ഥയെ തകിടം മറിച്ചു. ഏതിൻ്റെ സാന്നിധ്യം? മുഹമ്മദ് മതത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ. റോബിൻ ജെഫ്രി എഴുതുന്നുണ്ട്,
പുലയ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു ഉപാദാനമായി വർത്തിച്ചുവെന്ന് ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ റോബിൻ ജെഫ്രി നിരീക്ഷിക്കുന്നുണ്ട്. ചട്ടമ്പിസ്വാമി നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ക്രിസ്ത്യൻ മിഷണറിമാർ ഇതൊരു ചാത്തൻ മതമാണ്, ഒരു പേഗൻ മതമാണെന്ന നിലയ്ക്ക് ഹിന്ദു മതത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ആക്രമണത്തെ തടുക്കുവാനാണ് ചട്ടമ്പിസ്വാമികൾ എന്തെഴുതിയത്? ക്രിസ്തു മതഛേദനം എഴുതിയത്. സത്യാർത്ഥ പ്രകാശത്തിൽ ദയാനന്ദ സരസ്വതി ഇങ്ങനെ മുഴുവൻ മതങ്ങളെയും കടന്നാക്രമിക്കുക. എന്നിട്ട് വേദങ്ങളിലേക്ക് മടങ്ങാനാണ് ആര് പറഞ്ഞത്? ദയാനന്ദ സരസ്വതി പറഞ്ഞത്. എങ്ങനെയുള്ള വേദങ്ങളിലേക്ക്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരുതദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്രോ അജായത. ബ്രാഹ്മണൻ മുഖത്ത് നിന്നുണ്ടായി എന്ന് പറയുന്ന, ശൂദ്രൻ പാദങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യ ലോകത്തേക്ക് തിരിഞ്ഞു മടങ്ങാനാണ് ആര് പറയുന്നത്? ദയാനന്ദ സരസ്വതി പറഞ്ഞത്. 36 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ആലപ്പുഴയിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ ഗുരുസ്വാമികളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗുരുസ്വാമികൾക്ക് വേദം അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല അദ്ദേഹം വേദം ഉദ്ധരിക്കാതിരുന്നത്, അത് ഉദ്ധരിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് ഗുരുവിനറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം വേദപാഠങ്ങളിലേക്ക് കടക്കാതിരുന്നത് എന്ന് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ രേഖപ്പെടുത്തുന്നു. ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ആലപ്പുഴയിൽ നടക്കുന്ന യോഗത്തിൽ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ പറയുന്നത്. സനാതനികളുടെ ധർമ്മസങ്കല്പവും ഗുരുവിൻ്റെ ധർമ്മസങ്കല്പവും എപ്രകാരമാണ് വ്യത്യാസപ്പെടുന്നത് എന്നും സഹോദരൻ അയ്യപ്പൻ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ എഴുതപ്പെടുന്ന ദശാധ്യായി എന്ന് പറയുന്നൊരു ജ്യോതിഷ ഗ്രന്ഥമുണ്ട്. വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകത്തിന് സംസ്കൃതത്തിൽ തന്നെ രചിക്കപ്പെട്ട ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ദശാധ്യായി. ദശാധ്യായിയിൽ ബൃഹജ്ജാതകത്തിലെ മൂർത്തത്വേ പരികൽപ്പിത ശശവൃതോ വന്ന പുനർജന്മന ആത്മേത്യാത്മവിതാം ക്രതുശ്ചേതതാം എന്ന് തുടങ്ങുന്ന ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് തലക്കുളത്തൂർ ഭട്ടതിരി പറയുന്നത് ത്രൈവർണികർക്ക് മാത്രമേ മോക്ഷത്തിന് അധികാരമുള്ളൂ, ബാക്കി ആർക്കും മോക്ഷത്തിന് അധികാരമില്ലെന്ന്. ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് ഗുരു എന്ത് പറഞ്ഞത്? അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. രാമാദികളുടെ കാലത്താണെങ്കിൽ ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്ന് പറയുന്നതിലൂടെ സനാതനധർമ്മം ഇന്ത്യയിലെ ബഹുജനങ്ങളെ, ഇന്ത്യയിലെ ദളിതരെ, ഇന്ത്യയിലെ ആദിവാസികളെ വൈജ്ഞാനികമായ ഉയർച്ചയിലേക്കോ അത്തരം വിമോചനാത്മകതയിലേക്കോ കടക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ഗുരുസ്വാമികൾ ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നത് കൊണ്ടാണ് അന്യമതങ്ങളിലെ മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് പറയുന്നതിന് ഒരു കാരണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അത് കേരളം ഇന്ന് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്, അത് മതത്തെ മുൻനിർത്തിയുള്ള ഒരു ആഖ്യാനമാണ്. എന്തുകൊണ്ടാണ് അന്യമതങ്ങളിലേക്ക് ഗുരു കൺതുറന്നത്? അത് ഗുരുസ്വാമികൾ തന്നെ പറയുന്നത് പോലെ അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രമാകും. അപ്പൊ അവനവന് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം സ്വാർത്ഥ കർമ്മമാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കർമ്മമാണ് യഥാർത്ഥത്തിൽ വിമോചനാത്മകമായ കർമ്മമെന്നും ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ രേഖപ്പെടുത്തി. ഗുരു പറഞ്ഞു, അവൻ ഇവൻ എന്നൊക്കെ അറിയുന്നത് ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവൻ ഇവൻ എന്നൊക്കെ അറിയുന്നത് ഭൂമിയിൽ ആദിമമായ ഒരു ആത്മരൂപമാണ് എന്ന് ഗുരു പറഞ്ഞു. ഗുരു പറഞ്ഞു, അഹം ഇരുളല്ല, ഇരുളാകിൽ അന്തരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം. നമ്മൾ ആരും ഇരുട്ടല്ല, എല്ലാവരും വെളിച്ചമാണെന്ന് ഗുരു പറഞ്ഞു. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്തരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം എന്ന് ഗുരു പറഞ്ഞു. നമ്മളെല്ലാവരും വെളിച്ചമാണെന്ന് പറഞ്ഞു. ജാതി വ്യവസ്ഥ മനുഷ്യരെ ശ്രേണീകൃതമായി സ്ഥാനപ്പെടുത്തുകയും മുകളിലേക്ക് പോറുന്തോറും ആഢ്യത്വവും താഴേക്ക് പോകുന്തോറും ആളുകളെ പുച്ഛത്തോടും വെറുപ്പോടും കൂടി കാണുന്ന വ്യവസ്ഥാക്രമം നിലനിൽക്കുമ്പോൾ ഗുരു പറയുന്നു, അഹം ഇരുളല്ല, ഇരുളാകിൽ അന്തരായി നാം അഹമഹം എന്നറിയാതിരുന്നിടേണം
എല്ലാവരും വെളിച്ചമാണെന്ന് ഗുരു പറഞ്ഞു. ഗുരു എഴുതി, നാം ശരീരമല്ല അറിവാകുന്നു, ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. നാം ശരീരമല്ല അറിവാകുന്നു, ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. മനുഷ്യരെ എല്ലാം ഗുരു അറിവാണെന്ന് സ്ഥാനപ്പെടുത്തി. എന്തായിരുന്നു മതത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ സങ്കല്പം? മതം എന്നാൽ അഭിപ്രായമാണെന്ന് ഗുരു രേഖപ്പെടുത്തി. മതം എന്താണ്? അഭിപ്രായമാണ്. മതം എങ്ങനെ ഇരുന്നാലും ഒരുമിച്ച് കൂടുന്നതിന്, ഒരുമിച്ച് കഴിയുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്ന് ഗുരു പറഞ്ഞു. ഒരുമിച്ച് കഴിയുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു എഴുതിയത്. എന്തുകൊണ്ടാണ് അരുവിപ്പുറത്ത് തന്നെ ഗുരു അത് എഴുതിയത്? ചിലർ ചോദിക്കാറുണ്ട്, അത് ക്ഷേത്രത്തിൽ എഴുതിയത് ഒരു കുറഞ്ഞ പ്രവൃത്തിയായി പോയില്ലേ എന്ന്. ക്ഷേത്രത്തിൽ അത് രേഖപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും തന്നെ സാഹോദര്യ സഹഭാവം ഉണ്ടായിരുന്നതല്ല, ഒന്നും, ഒരു ക്ഷേത്രവും. കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഹീനമായി നിലനിന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളുടെ നാലുകെട്ട്, ക്ഷേത്രങ്ങളുടെ പഞ്ചപ്രാകാര വ്യവസ്ഥ തന്നെ അടിസ്ഥാനപരമായി ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വാസ്തുവിദ്യയാണ്. നമ്മൾ വാസ്തുവിദ്യയുടെ മഹനീയതയെപ്പറ്റി പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഈ നാലുകെട്ടും ക്ഷേത്രത്തിൻ്റെ പഞ്ചപ്രാകാര വ്യവസ്ഥയെ അടിസ്ഥാനപരമായി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിർത്തുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വാസ്തുവിദ്യാക്രമമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ശ്രീകോവിലിനുള്ളിൽ ആര് കയറണം, നാലമ്പലത്തിന് പുറത്താര് നിൽക്കണം, ആറ് കൊടിമരം ദൂരെ നിന്ന് തൊഴണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. അതനുസരിച്ചാണ് ക്ഷേത്രക്രമം നിലനിന്നിരുന്നത്. ഇങ്ങനെ ക്ഷേത്രങ്ങൾ അടിസ്ഥാനപരമായി സാഹോദര്യത്തെ തകർത്തെറിയുന്ന, സാഹോദര്യത്തെ അംഗീകരിക്കാത്ത ഒന്നാണ്, ഒരിടമാണ് എന്ന് ഗുരു തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഗുരു അരുവിപ്പുറത്തെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കി പരിവർത്തനപ്പെടുത്തിയത്. അതുവഴി കേരളത്തെ, ഇന്ത്യയെ ഒരു സാഹോദര്യയിടമായി പരിവർത്തിപ്പിക്കുക എന്നാണ് ഗുരു ലക്ഷ്യമാക്കിയത്. കാരണം സാഹോദര്യം എന്നുള്ളത് ഒരു സഹഭാവ വ്യവസ്ഥയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടേ ഇല്ല. 1930-കളിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 36-ൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പുറത്തു വരുമ്പോൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്നുണ്ട്, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. അപ്പൊ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? സമഭാവം വേണം, സമത്വം വേണം. സമത്വം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നിലവിൽ വരുത്തുള്ളൂ? സാഹോദര്യം നിലവിൽ വരുത്തുള്ളൂ. സമത്വം ഉള്ളിടത്ത് മാത്രമേ എന്തുണ്ടാകൂ? സാഹോദര്യം ഉണ്ടാകൂ. സമത്വമില്ലാത്ത സമൂഹത്തിൽ സാഹോദര്യം സൃഷ്ടിക്കപ്പെടുകയില്ല. സാഹോദര്യം മാത്രമായിട്ട് നിലവിൽ വരില്ല. എന്തുകൊണ്ടാണ് സാഹോദര്യം മാത്രമായി നിലവിൽ വരില്ല എന്ന് പറയുന്നതിന് കാരണം? സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ മനുഷ്യർ തമ്മിൽ തുല്യത വേണം. ഇല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് നിസ്സഹായമായൊരവസ്ഥയെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു ഔദാര്യ വ്യവസ്ഥയായിട്ട് മാറും. സാഹോദര്യം തുല്യ മനുഷ്യർക്കിടയിലെ ഒരു വിതരണമാണ്. തുല്യ മനുഷ്യർക്കിടയിലാണ് അത് നിലനിൽക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്നതല്ല സാഹോദര്യം, സമഭാവനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് സാഹോദര്യം. അതുകൊണ്ട് സഹോദരനയ്യപ്പൻ എഴുതി സമഭാവന ശരണം. അദ്ദേഹത്തിൻ്റെ ഒരു കവിത തന്നെയുണ്ട്, സമഭാവന ശരണം. മനുജന്യഹ സർവത്തെയും ഒരുമാതിരി കാൺമാൻ എന്ന് തുടങ്ങുന്ന കവിതയിൽ അയ്യപ്പൻ എഴുതും സമഭാവന ശരണം. ആ സമഭാവന ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സമഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ഗുരു പറഞ്ഞത് അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എന്ന് ഗുരു പറഞ്ഞു വെക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ആഴത്തിലുള്ള പരിശോധന നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അനുകമ്പാ ദശകത്തിൽ ഗുരു എഴുതുന്നുണ്ട്, കരുണാവാൻ നബി മുത്തുരത്നം, കരുണാവാൻ നബി മുത്തുരത്നം. രസകരമായൊരു സംഭവം സൂചിപ്പിക്കട്ടെ. മുമ്പ് കഴിഞ്ഞ വർഷം ഈ കർക്കിടക മാസത്തിൽ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് ഒരു സുദീർഘമായ പരമ്പര ഞാൻ എഴുതുകയുണ്ടായി. അന്ന് എന്നെ പ്രധാനമായിട്ട് എതിർത്തത് നാരായണ ഗുരുസ്വാമികളെ മുൻനിർത്തി ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു. ആ ലേഖനത്തിൻ്റെ ടൈറ്റില് കരുണാവാൻ നബി മുത്തുരത്നം എന്നാണ്. ആ ലേഖനത്തിൻ്റെ ടൈറ്റില്
നബിയെ കരുണാവാനാക്കുന്ന ഡോക്ടർ ശ്യാംകുമാറിന് രാമായണത്തോട് പുച്ഛമാണ് എന്നാണ് സംഘികൾ പ്രചരിപ്പിച്ചത്. എന്താണ് കോണ്ടസ്റ്റ് എന്ന് പോലും സംഘികൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ഗുരു പറയുന്നത്? ഗുരു കരുണാവാൻ നബി മുത്ത് രത്നം എന്ന് എഴുതുന്നതിൻ്റെ സാഹചര്യം അപരനിലേക്ക് തുറക്കുന്ന ആത്മസാഹോദര്യം കൊണ്ടാണ് ഗുരു എഴുതുന്നത് കരുണാവാൻ നബി മുത്ത് രത്നം എന്ന്. അല്ലാതെ ഖുറാനും ഹദീസും മുഴുവൻ വായിച്ചു നോക്കി വിമർശനാത്മകമായ പഠനം തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗുരു പറഞ്ഞത് കരുണാവാൻ നബി മുത്ത് രത്നം എന്ന് പറഞ്ഞത്. അതിൻ്റെ സാഹചര്യം വേറെ. അതുപോലും കേരളത്തിലെ ചില ആൾക്ക് മനസ്സിലാക്കത്തില്ല. ഇന്നത്തെ നിലയ്ക്കായിരുന്നുവെങ്കിൽ ഗുരുവിനെ ഒരു ഇസ്ലാമിസ്റ്റ് ആക്കിയ ആളുകൾ. ഇത് നമ്മൾ പറഞ്ഞ നമ്മൾ സുഡാപ്പിയായി. ഗുരുവിനെ എന്ത് പറയും? കരുണാവാൻ നബി മുത്തുരത്നം എന്ന് പറഞ്ഞ ഗുരു ഇന്നാണത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ശിവഗിരിയിൽ ഗുരുവിന് ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. ശിവഗിരിയിൽ ഗുരുവിന് ഇരിക്കാൻ കഴിയില്ല, അനുവദിക്കില്ല. എപ്പ ചാപ്പയടിച്ചെന്ന് ചോദിച്ചാൽ മതി ഗുരുവിന്. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ് പറയുന്നതിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പോലും തിരിച്ചറിയാതെ ആക്രമണമാണ്. കരുണാവാൻ നബി മുത്തുരത്നം എന്നുള്ളത് എൻ്റെ വാചകം പോലെ കണ്ടിട്ടാണ് എന്നെ കടന്നാക്രമിച്ചത്. ആ സമയത്ത് വാചകം എൻ്റെ അല്ല, നാരായണ ഗുരുസ്വാമികളുടെ ആണെന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല. ആ സമയത്ത് ഈ കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് അദ്ദേഹം എഴുതിയത് കാര്യം, ഞാൻ എഴുതിയ ലേഖനത്തിൻ്റെ പോസ്റ്റർ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തിയത്, ഇദ്ദേഹത്തിന് രാമായണത്തെ വിമർശിക്കാൻ എന്താണ് അധികാരം? നബിയെ വാഴ്ത്തുന്നു, രാമായണത്തെ പുച്ഛിക്കുന്നു. ആരാണ് ഈ വാചകം പറഞ്ഞത്? ഗുരുസ്വാമികളുടെ വാചകമാണ്. ഈ രീതിയിൽ ചർച്ചകളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ സഹോദരൻ അയ്യപ്പനെ ആളുകൾ കടന്നാക്രമിച്ചപ്പോൾ, പുളിയുറുമ്പുകൾ എറിഞ്ഞപ്പോൾ, കശുവണ്ടിക്കറ കൊണ്ട് സഹോദരൻ അയ്യപ്പനെ അഭിഷേകം ചെയ്തപ്പോൾ ഗുരു പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് നമ്മുടെ ഹിന്ദു കോട്ടാൻകോട്ട് ദൈവങ്ങളെല്ലാം, ബ്രാഹ്മണ ദൈവങ്ങളെല്ലാം കരുണാവാന്മാരും ദയാലുക്കളുമാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് എക്സിൻ്റെ പേരിൽ നീ ക്ഷമിക്കണമെന്ന് ഗുരു പറഞ്ഞില്ലല്ലോ? ഈ ബ്രാഹ്മണ മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, അവരെ പോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. സരസ്വതിയെ പോലെ ക്ഷമിക്കണം, രാമനെ പോലെ ക്ഷമിക്കണം, കൃഷ്ണനെ പോലെ ക്ഷമിക്കണം എന്നൊന്നും ഗുരു പറഞ്ഞില്ല. ഗുരു പറഞ്ഞ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാം. മറ്റവരുടെ പേര് ക്ഷമിക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം ചെല്ലുക, വാളെടുത്ത് വെട്ടുക പരിപാടി. പിന്നെ ക്ഷമിക്കണമെന്ന് പറയാൻ പറ്റുമോ? ക്ഷമിക്കണമെന്ന് പറയാൻ കഴിയില്ല. സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ആ ചോദ്യം സഹോദരനെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ ചോദിക്കാൻ കഴിയൂ. നമ്മൾ നേരിട്ട് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എപ്പോൾ പ്രശ്നമായെന്ന് ചോദിച്ചാൽ മതി. സഹോദരൻ ഇപ്പം ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു. ഇന്ന് ആ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ഗാന്ധാരിയാണ് ആ ചോദ്യമെങ്കിലും പിന്നെ കുറച്ച് മുമ്പ് ചോദിച്ചത്. നീ മുഴുവൻ ആളുകളെയും കൊല്ലിച്ചില്ലേ എന്ന് ഗാന്ധാരി വിലാപം എഴുത്തച്ഛൻ. കൊല്ലിക്കയല്ലേ നിനക്ക് രസമെടോ എന്ന് മഹാഭാരതം കിളിപ്പാട്ട്. നീ വേണമെന്ന് വിചാരിച്ചാൽ ഈ കൊല്ലലൊക്കെ ഒഴിവാക്കാമായിരുന്നു, പക്ഷെ നീ അത് ചെയ്തില്ല.